നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടിനെ ഘാന പൂട്ടി ഗോൾ രഹിത സമനിലയിൽ തളച്ചു. ഗോളടിക്കാൻ നിരവധി അവസരങ്ങൾ, നിരവധി ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടുത്തിയ ഇംഗ്ലണ്ട് ഒടുവിൽ ഹാരി കെയ്നൊക്കെ കിട്ടിയ അവസരം, ആ റീബൗണ്ടൊക്കെ ബാറിന് മുകളിലൂടെ അടിച്ചങ്ങ് പറത്തി. ഏതായാലും ഫിനിഷിംഗ് പിഴച്ചു ഇംഗ്ലണ്ട്. ഘാന നന്നായിട്ട് പോരാടി പൊരുതി നിന്നു. ഒടുവിൽ അവർ ഒരു പോയിന്റ് സ്വന്തമാക്കി. ഗംഭീരമായിട്ടുള്ള ആധിപത്യമൊക്കെ ഇംഗ്ലണ്ടാണ് നടത്തിയത്. നിരവധി ഷോട്ടുകൾ തീർത്തു. പക്ഷേ ഒറ്റയൊന്നും വലയിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിയാതെ പോകുന്നു. മത്സരത്തിൽ ഇംഗ്ലണ്ടിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഹാരി കെയ്നും ആൻ്റണി ഗോർഡനും ജൂഡ് ബെല്ലിംഗാമും മഡൂക്കും ഒക്കെ ഒരുമിച്ചിറങ്ങി. മറുഭാഗത്ത് വില്യംസിനെ മുന്നിൽ നിർത്തി. ഒപ്പം സെമന്യോ, തോമസ് പാർട്ടി, അയു എന്നിവരെയൊക്കെ അണിനിർത്തിക്കൊണ്ടാണ് ഘാന ഇറങ്ങിയത്. ആദ്യ പകുതിയിൽ തന്നെ വമ്പൻ ആധിപത്യം ഇംഗ്ലണ്ട്. പന്ത് വലയിലേക്കില്ല. രണ്ടാം പകുതിയിലും കഥ മാറാതെ വന്നപ്പോൾ സമനിലയിൽ അവസാനിച്ചു. പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം കിട്ടിയ ജൂഡ് ബെല്ലിംഗാം പറഞ്ഞു, ഇത് ശരിക്കും ഞാനല്ല അർഹിച്ചത്, ഇത് അവരുടെ ഏതെങ്കിലും ഡിഫൻഡർക്ക് കൊടുക്കേണ്ടതാണ് എന്ന് പോലും അദ്ദേഹം പറയുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ഇതേ ബെല്ലിംഗാം ഇടവേള സമയത്ത് കാർലോസ് ക്യൂറസുമായിട്ട് ഉടക്കിയതും ഘാന സ്റ്റാഫുമായിട്ട് പ്രശ്നമുണ്ടായതും ഒക്കെ മറ്റൊരു കാര്യം. സംഗതി എന്തായാലും ഒടുവിൽ ഈ മത്സരം സമനിലയിൽ പിരിഞ്ഞതോടുകൂടി ഇംഗ്ലണ്ടിന് 2 കളി 4 പോയിന്റ് എന്ന സ്ഥിതിവിശേഷം, ഘാനക്കും 2 കളി 4 പോയിന്റ്. ക്രൊയേഷ്യ പനാമയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ബുദിമറാണ് ആ ഗോൾ നേടിയത്. അതോടുകൂടി 2 കളി 3 പോയിന്റുമായിട്ട് ക്രൊയേഷ്യയും നിൽപ്പാണ്. സോ ഈ ഗ്രൂപ്പിൽ നിന്ന് ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇനി ഫൈനൽ ഡേയിൽ, അതായത് മൂന്നാമത്തെ മാച്ച് ഡേയിൽ മാത്രമാണ് ഈ ഗ്രൂപ്പിൽ ആരൊക്കെ 1, 2, 3 സ്ഥാനങ്ങൾ പിടിക്കുമെന്ന് വ്യക്തമാവുകയുള്ളൂ. ഏതായാലും പനാമ 2 കളിയും തോറ്റ് ഏറ്റവും ഒടുവിലാണ് നിൽക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.